നമ്മളിപ്പോ നിൽക്കുന്നത് ദ സിറ്റി ഓഫ് കനാൽ, സിറ്റി ഓഫ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സിറ്റി എന്ന് പറയുന്ന വെനീസിലാണ്. നമ്മള് സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എവിടെ പോകണമെങ്കിലും മെയിൻ സാധനം എന്ന് പറയുന്നത് ഫെറിയാണ്. അയ്യോ, അതിൻ്റെ ക്യൂ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ വിചാരിച്ച് നടക്കാമെന്ന്. ഓൾമോസ്റ്റ് 2.5 കിലോമീറ്റർ 2.1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. കമ്പയറിങ് ടു റോം ആൻഡ് മിലാൻ, വെനീസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു സാധനങ്ങൾക്കൊക്കെ. ഭയങ്കര ഇടുങ്ങിയ വഴിയും ഭയങ്കര തിരക്കും. എപ്പോഴാണ് മറിഞ്ഞു കെട്ടി ഇതിൻ്റെ അകത്തോട്ട് വീഴാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടക്കണം. നേരത്തെ ഉണ്ടല്ലോ എൻ്റെ ബാഗിൻ്റെ തട്ടിട്ടേ ഒരു അപ്പാപ്പൻ തെറിക്കുന്നുണ്ടാവും. ഞാൻ വിചാരിച്ച അതിൻ്റെ അകത്തോട്ട് പോയി. ഭാഗ്യത്തിന് പുള്ളി എവിടെയോ പിടിച്ചു തന്നു. ഇതൊക്കെ കടകളാണ്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ നീ കനാൽ. ഇത് രണ്ടാൾക്ക് ഒന്നിച്ച് പോകണമെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വരും. ഗൂഗിൾ മാപ്പ് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ ഗൂഗിൾ മാപ്പ് കുറച്ച് തിരിഞ്ഞിട്ടാണ്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെയാ പോണ്ടേ, നമ്മൾ നീന്തി പോവും. അങ്ങോട്ട് ഇത് എന്റെ കിട്ടുവട്ടനും ശ്രീയേട്ടനൊക്കെ വന്നാൽ ഇത് ഇങ്ങനെ അത് കുഞ്ഞു വാങ്ങി തരും. നടന്ന് ഉപ്പാടിളകി. ഇത്രയും നേരം നടന്നിട്ടും ഞങ്ങളാകെ 1 കിലോമീറ്റർ നടന്നതാ. ഈ ഗൂഗിൾ മാപ്പ് പറയും. അപ്പൊ ഈ നടന്നൊക്കെ എവിടെ പോയതാ ഞങ്ങളാകെ എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കനാലിന് ചുറ്റും പ്രദർശനം വെക്കുവാന്ന്. ഒരേ പോലത്തെ വഴികളും നോക്ക് ഗൂഗിൾ മാപ്പ്. ഗൈസ്, ഈ പോകുന്നതാണ് എൻ്റെ ചെറുത്. എൻ്റെ ചെറുതിനെ കൊണ്ടൊരു ട്രിപ്പ് പോകാന്ന് വെച്ചാൽ ഭയങ്കര തന്നെ പാടാണ്. നമ്മുടെ ട്രെയിനും ട്രാമും മെട്രോ ഒക്കെ പോലെ തന്നെ ഇത് പാസഞ്ചേഴ്സ് ഷിപ്പാണ്. അപ്പം ഇതിന് 3 സ്റ്റോപ്പ്. ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തോട്ട് 3 സ്റ്റോപ്പ് ഉണ്ട്. ഓരോ സ്റ്റോപ്പിൽ ആൾക്കാർ ഇറങ്ങും, കയറും. നമ്മുടെ നോർമൽ ഇതുപോലെ. ഈ ബസ് കണ്ട് ഗൈസ്, ബസ് അതിട്ട ബസ് കാണുമ്പോൾ സന്തോഷം. ഞാൻ എൻ്റെ ഒച്ച കേട്ടിട്ട് ഈ കപ്പലിന്റെ കപ്പിത്താൻ മതി തിരിഞ്ഞു നോക്കി. കപ്പലല്ല, ഈ കറിയില്ല. ഞങ്ങള് ഫസ്റ്റ് ഡേ വന്നിട്ട് ഫുൾ അങ്ങ് ട്രാവൽ ചെയ്ത് തകർത്ത് കളയാന്നൊക്കെ വെച്ച് പെട്ടിയായിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷെ വെനീസിൽ വരുവാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നിങ്ങൾ അത് നിങ്ങളുടെ ലഗേജ് ഹോട്ടലിലോ എവിടെയെങ്കിലും വെക്കുക. കാരണം മിക്ക സ്ഥലങ്ങളിലും ബെല്ല ടവറിലൊന്നും നിങ്ങൾക്ക് ലഗേജ് ഉണ്ടെങ്കിൽ കയറാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ പിന്നെയും റൂമിലോട്ട് പോരുവാ. മടുത്ത്. നമുക്ക് അറിയാത്ത കാരണം ഞങ്ങൾ നടന്ന് പണ്ടാതിടങ്ങി. ഞങ്ങൾ പൈസ ലാഭിക്കാൻ വേണ്ടി നടന്നാ. പക്ഷെ ഒരു കാര്യമില്ല, അവസാനം നിങ്ങൾ ആ പ്രയാസം എടുക്കേണ്ടി വരും. കാരണം അതായിരിക്കും ലാസ്റ്റ് ലാഭം. ഞങ്ങൾ ഒന്നും കൂടി നോക്കിയിട്ട് ഫുൾ വ്ളോഗിൽ പാസുകളെ കുറിച്ച് പറയാം. ഇതിൽ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ സെന്റ് മാർക്സ് ബസിലിക്കയിലോട്ടൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ, കാരണം നമ്മൾ പാസ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചാർജ് കാണിക്കുക ഒരാൾക്ക് €9.50. അപ്പം നമ്മൾ വിചാരിക്കും നടക്കാന്ന്. കാരണം 2.1 കിലോമീറ്റർ ഒക്കെ മാപ്പിൽ കാണിക്കത്തുള്ളൂ നടക്കാൻ. പക്ഷെ അത് ചെയ്യരുത്. കാരണം ചെയ്യരുത് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഒരുപാട് സമയം ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ 1-2 ഡേയ്സിനൊക്കെ ട്രിപ്പിന് വന്നവരാണെങ്കിൽ ഇവിടെ ഭയങ്കര കൺഫ്യൂസിങ് ആ വഴിയൊക്കെ. കാരണം ഇത് കനാലില്ലാതെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെയാണ്. അപ്പം നമ്മൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഇടുങ്ങിയ വഴിയാണ്. അപ്പം നമ്മൾ ശരിക്കും മടുക്കും. സോ എപ്പോഴും ബെറ്റർ നിങ്ങൾ വെനീസിയ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ, വെനീസ് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇതുപോലത്തെ ഫെറി പിടിക്കുകയാണ് നല്ലത്. പിന്നെ നിങ്ങളൊരു ടൂറിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെയൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി പാസ് €25 ആണ്. അത് അല്ലെങ്കിൽ 48 hour പാസോ, നിങ്ങൾ എത്ര ദിവസമാണോ അതിനനുസരിച്ച് പാസ് എടുക്കാം. കാരണം അല്ലാതെ നമ്മൾ ഓരോരോ ട്രിപ്പിന് എടുക്കുക വിച്ച് വിൽ വർക്ക് ഇൻ മിലാൻ ആൻഡ് റോം. പക്ഷേ വെനീസിൽ അത് വർക്ക് ചെയ്യത്തില്ല. കാരണം ഭയങ്കര ചാർജാണ്.
ജർമ്മനീനെ വെച്ചിട്ട് എനിക്ക് ഇറ്റലി തോന്നിയൊരു മാറ്റം, അത് ജനറലൈസ് ചെയ്ത് പറയുമായിരിക്കും ചിലപ്പം, അത്ര കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒബ്സർവ് ചെയ്തത് ഇപ്പം ഇറ്റലിയിലും മിലൻ ആണെങ്കിലും റോം ആണെങ്കിലും വെനീസ് ആണെങ്കിലും ഇവിടെ കുറച്ചുകൂടി നൈറ്റ് ലൈഫ് ഉണ്ട്. ലൈക്ക് എല്ലാവരും ഓണമാണ് രാത്രിയൊക്കെ. ഇനി അതൊരു ടൂറിസ്റ്റ് പ്ലേസസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം, പക്ഷേ നല്ല രസമുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യാണ്. രാവിലെയൊക്കെ ഭയങ്കര തിരക്ക്. ഒന്നാമത് എനിക്ക് ഇത്രയേ ഉള്ളൂ ഇവിടെ വഴി, അതിൻ്റെ ഉള്ളിൽ കൂടെ 100-100 ആളാണ് കയറി പോകുന്നത്. പക്ഷെ ഇപ്പം തിരക്കും ഉണ്ട്. എന്നാൽ എല്ലാവരും എന്താ പറയുക, വലിയ ബഹളങ്ങളോ വെച്ചാൽ ആ ഒരു റഷില്ല. എല്ലാവരും അവരുടെ സമയമെടുത്ത് ഇങ്ങനെ ആഘോഷിച്ച് നടക്കുവാണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ്, കുറേ സുവനീർ ഷോപ്സ് ഓപ്പൺ ആണ്. സോ എല്ലാവരും കൈൻഡ് ഓഫ് എൻജോയിങ്. കാക്കൻ്റെ ഫോൺ കൊണ്ട് പോകാൻ വേണ്ടി കുറേ കാക്കകൾ വരുന്നു ഗൈസ്. കുറേ കാക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഗൈസ്, പൊരിഞ്ഞടി. അമ്മേ ബോട്ട് ഇടിച്ചു ഗൈസ്. ഒരു കാക്കനെ ബോട്ട് ഇടിച്ചു ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെയിൻറ്റ് മാർക്സ് ബസിലിക്കയിലാണ്. ഇത് ഒരു റോമൻ കാത്തലിക് ചർച്ചാണ്. ഇതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ ഒരു ഇറ്റാലോ ബൈസാൻറ്റൈൻ മോഡലാണ്. അതായത് ഗോത്തിക്, ബൈസാൻറ്റൈൻ, റെനേസൻസ് ആർക്കിടെക്ചറിൽ ആണ് ഈ ഫുൾ ചർച്ച് പണിതേക്കുന്നത്. ഇത് ആക്ച്വലി ഇവിടുത്തെ ലീഡർ, അതായത് റിപ്പബ്ലിക് ഓഫ് വെനീഷ്യൻ്റെ ലീഡർ, ഇവരുടെ മജിസ്ട്രേറ്റിൻ്റെ പ്രൈവറ്റ് ചാപ്പലായിരുന്നു ആദ്യം. പിന്നെ അത് ഒരു ബസിലിക്കയാക്കി മാറ്റി. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആട്ടോ. ഇതുണ്ടല്ലോ, ബേസിക്കലി സെയിൻറ്റ് മാർക്സ് എന്ന് പറയുന്നത് സുവിശേഷ എഴുത്തുകാർ 4 പേരിൽ ഒരാളായിരുന്നു. പുള്ളി ഈജിപ്തിൽ അലക്സാൻഡ്രിയയിലെ സുവിശേഷ പ്രാസംഗികം കൂടിയായിരുന്നു. അങ്ങനെ പുള്ളി മരിച്ചപ്പം പുള്ളിയുടെ റിമൈനിങ്സ് അലക്സാൻഡ്രിയയിലായിരുന്നു ആദ്യം ഉള്ളത്, ഈജിപ്തിൽ. പിന്നീട് ഇവർ വെനീസ്, റിപ്പബ്ലിക് ഓഫ് വെനീസ്, ഇവർ വെനീസിനെ വലുതാക്കാൻ നോക്കിയപ്പം, ലൈക്ക് ഒരു ഇൻഫ്ലുവൻഷ്യൽ സിറ്റി ആക്കാൻ നോക്കിയപ്പം ഇവർക്ക് റിലീജിയസ്ലി ഈ വെനീസിനെ പവർഫുൾ ആക്കാൻ എന്തെങ്കിലും വേണം. അപ്പോഴാണ് ഇവർ ഈ സെയിൻറ്റ് മാർക്സിൻ്റെ റിമൈനിങ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിക്കണേ. പക്ഷെ അത് പോസിബിൾ അല്ലായിരുന്നു, കാരണം അത് അലക്സാൻഡ്രിയയിലായിരുന്നു, അവർ തരത്തില്ലായിരുന്നു. അന്നപ്പം 2 മെർച്ചൻസ്, മലാമക്കോ, ടോർസലോ, ഇവർ അലക്സാൻഡ്രിയയിൽ പോയിട്ട് അവിടെ ഈ സെയിൻറ്റ് മാർക്സിൻ്റെ റിമൈനിങ്സ് സൂക്ഷിച്ചിരുന്ന പള്ളിയിൽ 2-3 പേരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി സ്മഗിൾ ചെയ്യുകയോ ചെയ്തത്. അപ്പോൾ കഥ പറയുന്നത് അവർ ഈ റിമൈനിങ്സ് പോർക്കിൻ്റെ ബോക്സിലാണ് കൊണ്ടുവരണം. കാരണം അന്ന് ഈ കസ്റ്റംസിലുണ്ടായിരുന്ന മുസ്ലിംസ് അധികം. അപ്പം മുസ്ലിംസ് അവർ ഇത് പോർക്കിൻ്റെ സാധനങ്ങളൊന്നും അവർ ടച്ച് ചെയ്തില്ല. അങ്ങനെ അതിവിടെ കൊണ്ടുവന്നു. അതിവിടുത്തെ ഭയങ്കര ആഘോഷമായിരുന്നു. ആദ്യം ചെറിയൊരു പള്ളി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് അവർ ഈ റിമൈനിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബസിലിക്ക 11th സെഞ്ച്വറിയിൽ റീകൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഈ റിമൈനിങ്സ് വീണ്ടും കാണാതെ പോയി. അന്നപ്പോൾ പറയുന്നത് സെയിൻറ്റ് മാർക്ക് തന്നെ ഇവരുടെ ഈ പള്ളിയിലെ ആരുടെ വിഷനിൽ വന്നു. എന്നിട്ട് പറഞ്ഞു പുള്ളിയുടെ റിമൈനിങ്സ് എവിടെയാണ്. പുള്ളി തന്നെ ആ റിമൈനിങ്സ് നയിച്ച് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്നാണ് പറയണത്. പള്ളിയുടെ ഒരു സിമ്പിളുണ്ട്, വിങ്ഡ് ലയൺ. അത് തന്നെയാണ് പിന്നീട് റിപ്പബ്ലിക് ഓഫ് വെനീസിൻ്റെ സിമ്പിളാക്കി ഇവർ മാറ്റിയതും. അത് കണ്ടോ, അതാണ് ആ വിങ്ഡ് ലയൺ സ്ട്രക്ചർ. അതിപ്പോൾ റിപ്പബ്ലിക് ഓഫ് വെനീസിൻ്റെ സിമ്പലും കൂടിയാണ്. ദ ഫേമസ് സെയിൻറ്റ് മാർക്ക് സ്ക്വയർ. ഇവിടെയാണ് ഇവിടുത്തെ ലീഡറിന്റെ വീടും നമ്മുടെ പള്ളിയും എല്ലാം. പള്ളിയുടെ തൊട്ട് മുന്നിലാണിത്. ഇവിടെ കുറേ സുവനീർ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇവിടെയായിരുന്നു ഇവരുടെ മെയിൻ കൾച്ചറൽ പ്രോഗ്രാംസ്, പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്, അങ്ങനത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ മെയിൻ ഒരു പ്ലേസ് ആണ്, സെൻറ്ററാണ് ഈ സെയിൻറ്റ് മാർക്സ് സ്ക്വയർ. 9th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ 98.6 മീറ്റർ നീളമുള്ള ബെൽ ടവർ, ഇതും സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലാണ്. ബെൽ ടവറിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഇവിടെ അങ്ങോട്ട് കയറാൻ എസ്കലേറ്റർ ഉണ്ട്. പെർ പേഴ്സൺ 10 euro ആണ് ചാർജ്. ഇത് പണ്ട് കാലത്ത് ഇവര് മെയിൻലി 2 പർപ്പസിനാണ് ഉപയോഗിച്ചിരുന്നത്. ഒന്ന് വാച്ച് ടവർ ആയിട്ട്, അതായത് ഇത് ബൈ വാട്ടർ ആരെങ്കിലും അതിക്രമിച്ച് കയറാൻ നോക്കുന്നുണ്ടോ എന്ന് അറിയാനും, രണ്ടാമത്തെ ഇവരുടെ ലൈറ്റ് ഹൗസ് ആയിട്ടും, അതായത് ഷിപ്പിനൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ഈ ബെൽ ടവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഡ്യൂക്കൽ പാലസ്, അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ ലീഡർ വെനിസിന്റെ റിപ്പബ്ലിക് ഓഫ് വെനിസിന്റെ ഇലക്റ്റഡ് ലീഡർ, പുള്ളിയുടെ പാലസ് ആണത്. ഇവരുടെ ഒഫീഷ്യൽ വർക്ക്സ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ പാലസ്. ഇവിടെ എല്ലായിടത്തേക്കും എൻട്രി ഇല്ല, പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ച് മ്യൂസിയം ഒക്കെ ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ എൻട്രി ഉണ്ട് വിത്ത് ടിക്കറ്റ്സ്.